ദൗമ്യ മഹർഷിക്ക് ഉപമന്യു എന്നൊരു ശിഷ്യനുണ്ടായിരുന്നു. അവൻ ഗുരുകുലത്തിൽ വസിച്ചുകൊണ്ട് വേദങ്ങളും മന്ത്രങ്ങളും അതുപോലെ ദേവന്മാരെ ആവാഹിച്ചു വരുത്താനുള്ള മന്ത്രങ്ങളും എല്ലാം അവൻ അവിടുന്ന് പഠിക്കും. പഠിച്ച് അതെല്ലാം സ്വായത്തമാക്കി കഴിഞ്ഞതിന് ശേഷം ഗുരു അവനെ ഒന്ന് പരീക്ഷിച്ചാലോ എന്ന് വിചാരിക്കും. 7-8 കൊല്ലം അങ്ങനെ പോകും. 7-8 കൊല്ലം കഴിയുമ്പോൾ ഗുരു അവനെ ഒന്ന് പരീക്ഷിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഗുരു അവനെ വിളിച്ചിട്ട് പറയും, പുത്ര അഭിമന്യു, നീ പൈക്കളെ മേയ്ക്കുവാനായിട്ട് പോയാലോ എന്ന് പറയും. അപ്പോൾ അവൻ സമ്മതിക്കും. എന്നിട്ട് അവൻ പൈക്കളായിട്ട് പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവൻ പൈക്കളെ മേയ്ക്കാനായിട്ട് പോകും. അങ്ങനെ പോയിട്ട് അവൻ തിരിച്ചു വരുമ്പം ഗുരു ചോദിക്കും, നിന്നെ കണ്ടിട്ട് ക്ഷീണമൊന്നും തോന്നുന്നില്ലല്ലോ, നീ എന്തുവാ കഴിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും, ഗുരുദേവ, ഞാൻ ഭിക്ഷ എടുത്ത് കഴിച്ചു എന്ന് പറയും. അപ്പം ഗുരു പറയും, എനിക്ക് തരാതെ നീ ഭിക്ഷ എടുത്ത് കഴിക്കരുതെന്ന് പറയും. അങ്ങനെ അവൻ അടുത്ത ദിവസം പൈക്കളെ മേയ്ക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഗുരുദേവൻ ചോദിക്കും, നീ എന്ത് കഴിച്ചു എന്ന് ചോദിക്കും. അപ്പോൾ ഗുരുദേവന് കൊണ്ടുവന്ന് ഇവൻ ഭക്ഷണം കൊടുക്കും, ഈ ഭിക്ഷ എടുത്തിട്ട് വന്നത്. അപ്പോൾ ഗുരുദേവൻ ചോദിക്കും, നീ എന്ത് കഴിച്ചെന്ന് ചോദിക്കും. അപ്പോൾ ഇവൻ പറയും, ഞാൻ ഭിക്ഷ എടുത്തതിന് ശേഷം വീണ്ടും ഭിക്ഷ എടുത്ത് കഴിച്ചെന്ന് പറയും. അപ്പം ഗുരു പറയാം, അത് ധർമ്മമല്ല, വീണ്ടും ഭിക്ഷ എടുക്കുന്നത് ധർമ്മമല്ല, അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യരുതെന്ന് പറയും. അപ്പോൾ അവനത് അതും സമ്മതിച്ച് പോകും. പിറ്റേ ദിവസം അവൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഗുരു അവനോട് ചോദിക്കും, നീ എന്ത് കഴിച്ച് ഉപമന്യു എന്ന് ചോദിക്കും. അപ്പോൾ ഇവൻ പറയും, ഗുരുദേവ, ഞാൻ പൈക്കളെ കറന്ന് പാല് കുടിച്ചു എന്ന് പറയും. അപ്പോൾ പറയും, ആശ്രമത്തിലെ പൈക്കളെ കറന്ന് പാല് കുടിക്കാൻ വേണ്ടി ഞാൻ അനുവദിച്ചിട്ടില്ല, അതുകൊണ്ട് ഇനി നീ അങ്ങനെ ചെയ്യരുത്, അത് മോശമാണെന്ന് പറയും. അപ്പോൾ അവൻ അത് സമ്മതിക്കും. എന്നിട്ട് അവൻ അടുത്ത ദിവസം പശുവിനെ കൊണ്ട് പൈക്കളെ കൊണ്ട് പോകുമ്പം പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഗുരുദേവൻ ചോദിക്കും, നീ എന്ത് കഴിച്ചു എന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും, ഞാൻ പശുവിൻ്റെ കിടാങ്ങളെ പാല് കുടിച്ച നോര ചുണ്ടിൽ വന്ന് ഞാൻ കഴിച്ചു എന്ന് പറയും. അപ്പോൾ ഇത് കേട്ടിട്ട് ഗുരു പറയും, അത് മോശമാണ് ഉണ്ണി, ഇനി നീ അങ്ങനെ അത് ചെയ്യരുതെന്ന് പറയും. അപ്പോൾ അവൻ അത് സമ്മതിക്കും. എന്നിട്ട് അവനങ്ങനെ അടുത്ത ദിവസം പൈക്കളെ മേയ്ക്കാൻ വേണ്ടി പോകുമ്പോൾ അവൻ വിശന്ന് വല്ലാതെ തളരും. അപ്പോൾ അവന് കഴിക്കാനൊന്നും ഇല്ലാത്തതിനാൽ അവൻ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്ന ഭിക്ഷ എടുത്ത് കഴിക്കരുതും, അതുപോലെ പൈക്കളെ കറന്ന് കഴിക്കരുതും, പൈക്കളുടെ ചുണ്ടിൽ നിന്ന് വരുന്ന നോര കഴിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവനൊന്നും കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവൻ ആ ഒരു സാഹചര്യത്തിൽ അവിടെ ഉണ്ടാകുന്ന ചെടികളും അതുപോലെ മരത്തിൻ്റെ ഇലകളൊക്കെ പറിച്ച് തിന്നും. അപ്പോൾ ആ കൂട്ടത്തിൽ അവൻ എരിക്കിൻ്റെ ഇലയും കൂടെ കഴിക്കും. അത് കഴിക്കുന്നതിലാണ് അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച ശക്തി കുറയും. അങ്ങനെ അവനൊരു പൊട്ടക്കിണറ്റിൽ പതിക്കും. അപ്പം ഗുരുദേവൻ വൈകുന്നേരം ആകുമ്പം ഗുരുദേവൻ ഗുരുകുലത്തിലെത്തും. അപ്പോൾ ഗുരുദേവൻ ചോദിക്കും, ഉപമന്യു എന്തിയെന്ന് ചോദിക്കും. അപ്പം ശിഷ്യന്മാർ പറയും, അങ്ങ് തന്നെയല്ലേ ഭഗവാനെ അവനെ പൈക്കളെ മേയ്ക്കാനായിട്ട് അയച്ചതെന്ന് പറയും. അപ്പോൾ അവൻ പൈക്കളെ മേയ്ക്കാൻ വേണ്ടി പോയിരിക്കുമെന്ന് പറയും. അപ്പം ഗുരുദേവൻ പറയും, വേദ, നീ ഈ പൈക്കളെ പിടിച്ച് കെട്ട്, അപ്പോൾ ഞാനും മറ്റു ശിഷ്യന്മാരും കൂടെ പോയി അവനെ അന്വേഷിച്ചിട്ട് വരാമെന്ന് പറയും. അങ്ങനെ ഇവർ അന്വേഷിക്കാൻ വേണ്ടി പോകും. അങ്ങനെ അവർ ഒരുപാട് ദൂരം നടന്ന് കാട്ടിലൂടെ പോകുമ്പോഴത്തേക്ക് ഗുരുദേവൻ ഒച്ചത്തിൽ വിളിക്കും, ഉണ്ണി, ഉപമന്യു, നീ എവിടെയാണെന്ന് ചോദിക്കും. അപ്പോൾ ഇത് കേട്ടിട്ട് ഉപമന്യു കിണറ്റിനകത്ത് കിടന്നിട്ട് പറയും, ഗുരുദേവ, ഞാൻ കിണറ്റിൽ കണ്ണ് കാണാൻ മേലാതെ പതിച്ച് അവിടെ വീണ് കിടക്കുവാണെന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പം ഗുരു പറയും, നീ ദേവന്മാരെ വിളിച്ച് മന്ത്രം ചൊല്ലി ദേവന്മാരെ വിളിക്കുക, അവർ അശ്വിനി ദേവകളെ വിളിക്കുക, അവർ സ്തുതിച്ചു കഴിഞ്ഞാൽ അവർ വരും, അപ്പം നിൻ്റെ കണ്ണിൻ്റെ കാഴ്ച ശക്തി കിട്ടുമെന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ട് ഗുരുദേവൻ തിരിച്ച് ആശ്രമത്തിലേക്ക് മടങ്ങും. അങ്ങനെ ഇവൻ അശ്വിനി ദേവകളെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദേവന്മാർ പ്രത്യക്ഷരാകും. എന്നിട്ട് ഇവൻ്റെ അടുത്ത് ഇവൻ ഒരപ്പം കൊടുത്തിട്ട് പറയും, കഴിച്ചോ ഉണ്ണി എന്ന് പറയും, ഉപമന്യു എന്ന് പറയും. അപ്പോൾ ഇവൻ പറയും, ഇല്ല, ഞാൻ ഗുരുവിന് കൊടുക്കാതെ കഴിക്കത്തില്ലെന്ന് പറയും. അന്നേരം അശ്വിനി ദേവകൾ പറയും, നിൻ്റെ ഗുരുവിന് ഞങ്ങൾ കൊടുത്തതാണ്, അപ്പോൾ ഗുരുവിന് കൊടുക്കാതെ തന്നെ കഴിച്ചെന്ന് പറയും. അതുപോലെ നീയും കഴിച്ചോ എന്ന് പറയും. അപ്പോൾ ഇവൻ പറയും, ഞാൻ നിങ്ങളെ വണങ്ങുന്നു, പക്ഷേ ഞാൻ ഇത് കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എൻ്റെ ഗുരുവിന് കൊടുത്തിട്ടേ ഞാൻ കഴിക്കത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ ഇവൻ്റെ ഈ 2 ദിവസം ആയിട്ടും ഭക്ഷണം കഴിക്കാതെ അലഞ്ഞ് നടന്നിട്ടും അവൻ ഒന്നും കഴിക്കാതെ കൂടെ അവൻ്റെ ഗുരുഭക്തി കാണിക്കുന്നത് കാണുമ്പം അശ്വിനി ദേവകൾക്ക് ഇവനെ ഇഷ്ടമാവും. അങ്ങനെ അവർ പറയും, നിൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ച് കിട്ടട്ടെ, അതുപോലെ നിനക്ക് എല്ലാ ശ്രേയസ്സും വരട്ടെ എന്ന് പറഞ്ഞ് അവരനുഗ്രഹിച്ചിട്ട് പോകും. അപ്പോൾ ഇവൻ തിരിച്ച് ഗുരുകുലത്തിലെത്തുമ്പോൾ ഗുരുവിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഗുരു പറയും, നിനക്കെല്ലാ മന്ത്രങ്ങളും വേദങ്ങളും എല്ലാം പറയാനും അത് ഫലം വരുത്താനുമുള്ള ശക്തി നിനക്ക് കിട്ടട്ടെ, അതുപോലെ നിനക്ക് എല്ലാവിധ
നല്ലതായിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഗുരുദേവൻ അവനെ അനുഗ്രഹിക്കും. അത് കഴിഞ്ഞ് അവൻ്റെ ഗ്രഹത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി, അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ഗുരുദേവൻ അനുവാദം കൊടുക്കും. അങ്ങനെ അവൻ്റെ വിദ്യാഭ്യാസം പൂർണ്ണമാക്കിയതിന് ശേഷം അവൻ ഗുരുകുലത്തിൽ നിന്ന് മടങ്ങി തിരിച്ച് അവൻ്റെ വീട്ടിലോട്ട് പോകും. അങ്ങനെ അവൻ വീട്ടിലെത്തി അവൻ പഠിച്ച വിദ്യകളൊക്കെ മറ്റു വ്യക്തികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് അവൻ മറ്റു വ്യക്തികളുടെ മുമ്പിൽ ഒരു ശ്രേഷ്ഠനായ വ്യക്തിയായിട്ട് ജീവിക്കും. അങ്ങനെ മറ്റു വ്യക്തികളെ, പാവപ്പെട്ട ആൾക്കാരെയൊക്കെ അവൻ സഹായിക്കും. അങ്ങനെ അവൻ അവിടെ തുടർന്ന് മുമ്പോട്ട് ജീവിക്കും. അപ്പോൾ അവൻ്റെ ജീവിതത്തിലെ കഥകൾ ഇത്രയേ ഉള്ളൂ. അപ്പം കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എന്ത് വീഡിയോയിൽ ഇത്രയുള്ള